അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അളവറ്റ അപാര അനുഗ്രഹത്താൽ അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് 10ാമത്തെ നാമമായ അൽ ജബ്ബാർ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം പരമാധികാരി, സർവശക്തൻ എന്നിങ്ങനെയാണ്. ഇതും ഖുർആനിൽ ഇസ്മായിട്ട് സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ആയത്തിലൂടെ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. നമ്മളിൽ പലരും ഇപ്പോഴും ഈ നാമങ്ങളുടെ മഹാത്മ്യത്തെ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും സമയം കണ്ടെത്തുന്നില്ല എന്ന പരമസത്യം ഗൗരവമായി കാണേണ്ടത് തന്നെയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാനും ഈ നാമങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാനും ഏകത്വത്തെ ഊട്ടിയുറപ്പിക്കാനും അവനോടുള്ള സ്നേഹത്തെ വളരെ ആഴത്തിലാക്കാനും ഹൃദയങ്ങളെ നന്നാക്കാനും നഫ്സുകളെ സംസ്കരിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഇതിലൂടെ കഴിയുന്നെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകുക. ഭൂമിയിൽ പരമാധികാരിയായി വിരാജിച്ചിരുന്ന ഫിർഔനെ നൈൽ നദിയിൽ മുക്കി നശിപ്പിക്കുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുത്തെ അനുയായികളെയും സർവശക്തൻ രക്ഷപ്പെടുത്തിയ സംഭവം ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് സുരക്ഷിതനാക്കുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിച്ചെറിയപ്പെട്ട തീകുണ്ടാരത്തിനോട് യാ നാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, തീയേതി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ തണുപ്പും സുരക്ഷിതവുമാകുക എന്ന കൽപ്പനയുമൊക്കെ അള്ളാഹുവിൻ്റെ പരമാധികാരമാണ് ഏറ്റവും ഉത്കൃഷ്ടവും ഉദാത്തവുമെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ്. സാന്ദർഭികമായി ഉണർത്തുന്നു ഈ ആയത്ത് തീപൊള്ളലിന് ഓതി ഊതിയാൽ ശമനം ലഭിക്കുന്നതാണ്. അതിൻ്റേതായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ ഇസ്മിനെ രാവിലെയും വൈകുന്നേരവും 21 പ്രാവശ്യം വീതം ചൊല്ലിയാൽ നാട്ടിലായാലും യാത്രയിലായാലും ഓരോ ശത്രുവിൽ നിന്നും അവൻ അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ്. നട്ടെല്ല് സംബന്ധമായ രോഗബാധിതർ എല്ലാ ദിവസവും 237 പ്രാവശ്യം ഈ ഇസ്മിനെ പതിവാക്കിയാൽ ശമനം ലഭിക്കുന്നതാണ്. അള്ളാഹു ഇൽമിൽ ബർക്കത്തും അമലിന് തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക.